അപ്പൊ ആ ദാരിദ്ര്യം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തെ എടുത്തുകൊണ്ട് പോകും. പിന്നെ അത് വെറുതെ പോയി പ്രാർത്ഥിക്കുന്നതിലപ്പുറം ഇതിനെ സങ്കല്പിക്കുന്നതും ജപിക്കുന്നതുമായിട്ടുള്ള കുറെ രീതികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ എനിക്ക് നല്ലോണം പൈസ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാവില്ല, ദാരിദ്ര്യമായിരിക്കും ഉണ്ടാവുക. ഇത് ചോദിക്കുന്ന നേരെ തിരിച്ചു ചോദിച്ചിട്ട് അതിനെ ഉപാസിക്കുന്ന ഒരു ക്രമമുണ്ട്. നമ്മളിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചോദിക്കുക, അപ്പം അതിനെ കളയാൻ പറ്റും. ഈ ജ്യേഷ്ഠോപാസന കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പൈസ വരിക. മഹാലക്ഷ്മിയെ മാത്രം ഉപാസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വരില്ല. ഈ ജ്യേഷ്ഠയെ കൃത്യമായി കളഞ്ഞിട്ട് വേണം ലക്ഷ്മിയെ ആകർഷിക്കാനായിട്ട്. അങ്ങനെയാണ് ഈ ജ്യേഷ്ഠ വർക്ക് ചെയ്യുക. ലിതേഷ് സാർ, നമ്മൾ ക്ഷേത്രങ്ങളിൽ ജ്യേഷ്ഠ ഭഗവതി എന്നൊരു സ്ഥാനം കാണാറുണ്ട്. എന്താണ് ശരിക്കും ജ്യേഷ്ഠ? ജ്യേഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്ത്രശാസ്ത്രത്തിലുള്ളൊരു വിധാനം തന്നെയാണ്, ഒരു ദേവീഭാവമാണ്. നമുക്ക് ദശമഹാവിദ്യയിൽ ധൂമാവതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ദേവീ വിധാനമുണ്ട്. അപ്പോൾ ജ്യേഷ്ഠയെ നമ്മൾ കൃത്യമായി ഉപാസിക്കുമ്പോഴാണ് നമ്മളിലേക്ക് മഹാലക്ഷ്മി വരിക. പക്ഷെ ജ്യേഷ്ഠയെ എങ്ങനെ ഉപാസിക്കണം എന്നുള്ളതിനാണ് ഒരു ക്രമം. അതായത് ജ്യേഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അതായത് ഇപ്പൊ എനിക്ക് നല്ലോണം പൈസ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാവില്ല, ദാരിദ്ര്യമായിരിക്കും ഉണ്ടാവുക. ഇത് ചോദിക്കുന്ന നേരെ തിരിച്ചു ചോദിച്ചിട്ട് അതിനെ ഉപാസിക്കുന്ന ഒരു ക്രമമുണ്ട്. നമ്മളിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചോദിക്കുക, അപ്പം അതിനെ കളയാൻ പറ്റും. അതിന് ഈ ഒരു രീതിയിലാണ് ജ്യേഷ്ഠയെ ഉപാസിക്കുക. അതിന് ധൂമാവതി ക്രമത്തിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ തറവാടുകളിലൊക്കെ നമ്മൾ പണ്ട് ആചരിച്ച് വരുമായിരുന്നല്ലോ. നമ്മൾ ചില സമയത്ത് ഈ ചേട്ടായി കളയുക എന്നൊക്കെ പറഞ്ഞ് ചൂടും മോരവും ഒക്കെ വെച്ച് നമ്മൾ കൊണ്ടുപോയി കളയുന്നൊരു പ്രോസസ്സുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മീനെ വരവേൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉപാസനയിലും ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ഈ ധനമുണ്ടാകുന്നതിന് തടസ്സമായിരിക്കുന്ന എനർജീനെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ അതിനെ ആരാധിച്ച് കളയുക. അത് കളയേണ്ട ഒരു പ്രോസസ്സാണ് ഈ ജ്യേഷ്ഠോപാസന എന്ന് പറയുന്നത്. ഈ ജ്യേഷ്ഠോപാസന കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പൈസ വരിക. മഹാലക്ഷ്മിയെ മാത്രം ഉപാസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വരില്ല. ഈ ജ്യേഷ്ഠയെ കൃത്യമായി കളഞ്ഞിട്ട് വേണം ലക്ഷ്മിയെ ആകർഷിക്കാനായിട്ട്. അങ്ങനെയാണ് ഈ ജ്യേഷ്ഠ വർക്ക് ചെയ്യുക. അപ്പൊ ഈ ജ്യേഷ്ഠനെ ഇതുപോലെ ഉപാസിക്കേണ്ട ഒരു രീതി, നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ അത് കളയേണ്ടതെന്ന് പറയുന്നത്. അത് കൃത്യമായി അറിഞ്ഞുപാസിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ഫലം ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ആ രീതി? ആ രീതി എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ടുള്ള തന്ത്രത്തിലെ ചില ക്രമങ്ങളാണ്. അത് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. കാരണം അത് രഹസ്യ ഉപാസന വിധാനങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം എന്ത് വേണമെന്ന് ചോദിക്കുന്നോ അത് നമ്മളെടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം നമുക്ക് വേണ്ടാത്തതിനെ കൊടുക്കുക, അപ്പം അതും നമ്മളെടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി ഇത് ഈ ഒരു സ്ഥാനത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം അതെങ്ങനെ പ്രാർത്ഥിക്കണം? നമുക്ക് ആ ഒരു സ്ഥാനത്ത് പോയിട്ട് നമുക്ക് എന്താണോ മാറാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്, അതിനെ തരണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകും. ദാരിദ്ര്യം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തെ എടുത്തുകൊണ്ട് പോകും. പിന്നെ അത് വെറുതെ പോയി പ്രാർത്ഥിക്കുന്നതിലപ്പുറം ഇതിനെ സങ്കല്പിക്കുന്നതും ജപിക്കുന്നതുമായിട്ടുള്ള കുറെ രീതികളൊക്കെ ഉണ്ട്. അത് ഇപ്പം നമ്മളിപ്പം അഷ്ടലക്ഷ്മി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഈ അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഐശ്വര്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഐശ്വര്യം? ഇപ്പം നമ്മുടെ മാഡത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഐശ്വര്യം? നമുക്ക് നല്ല, അതായത് സകല ഐശ്വര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ധനം, നല്ല കുടുംബം, വീട്, ഇതെല്ലാം എല്ലാത്തിലുമുള്ള സമൃദ്ധിയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അതാണ് ഈ അഷ്ടലക്ഷ്മികൾ പറയുന്നത്. സന്താനലക്ഷ്മി, ധനലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, ഇങ്ങനെ കുറെ ലക്ഷ്മിമാരുണ്ട്. അപ്പോൾ ഭാഗ്യം, സന്താനങ്ങള്, വാഹനങ്ങള്, ആരോഗ്യം, ഇതെല്ലാം നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിന് വേണ്ടുന്ന 8 തരത്തിലുള്ള ഐശ്വര്യങ്ങളെയാണ് ഈ അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയാം. ഈ അഷ്ടൈശ്വര്യങ്ങളെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം തടസ്സമായി നമ്മളിൽ കുടികൊള്ളുന്ന ഒരു സാധനമുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ചിന്താഗതിയാവും. ചില ആൾക്കാർക്ക് ഇപ്പം എന്തൊക്കെ കഴിവുണ്ടെങ്കിലും അവരത് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. നമ്മൾ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതാണ് ഈ ജ്യേഷ്ഠാലക്ഷ്മി. അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തുള്ള ജ്യേഷ്ഠ ഇതാണ്. ഇതിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഐശ്വര്യം വരും, അവർക്ക് അതിന്റെ കഴിവിന് ഉപയോഗിക്കാൻ പറ്റും. അതായത് അത് തടസ്സമാണ്. ആ തടസ്സത്തെയും നമ്മൾ ആരാധിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ക്രമമാണ് തന്ത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് വർക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു. അത് നമുക്ക് എല്ലായിടത്തും കാണാവുന്ന കാര്യമാണല്ലോ. ഒരു ബാറ്ററി ആണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും കൂടിയാലേ നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇലക്ട്രിക്കൽ പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒട്ടുമിക്ക ചില ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. എല്ലായിടത്തും ഈ ആരാധനാക്രമം ഉള്ളതായിട്ടുണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളിലും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. ജ്യേഷ്ഠ എന്ന് പറയുന്ന ഒരു സങ്കല്പങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലില്ല. അത് ആ ഒരു ആരാധനാ വിധാനത്തിനനുസരിച്ചിട്ടാണ്
അത് വെക്കുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ക്രമത്തെ ആരാധിക്കുന്നത്. അതിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കേണ്ട രീതി ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ തരണം എന്നുള്ള രീതിക്ക് അതിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ജ്യേഷ്ഠയെ ഉപാസിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ജ്യേഷ്ഠ ഭഗവതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ ജ്യേഷ്ഠ ഭഗവതിയിൽ കൂടെയാണ് നമുക്ക് ലക്ഷ്മിയിൽ എത്തുന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലക്ഷ്മി ദേവീനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആരാധിക്കേണ്ടത്? ലക്ഷ്മി ദേവിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അഷ്ടലക്ഷ്മികളുണ്ട്. ഇപ്പം നമ്മൾ തന്ത്രത്തിൽ ദശമഹാവിദ്യാക്രമത്തിൽ എടുക്കുകയാണെങ്കിൽ ജ്യേഷ്ഠ എന്ന് പറയുന്നത് ധൂമാവതിയാണ് എന്നുണ്ടെങ്കിൽ കമലാത്മിക എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയാണ് മഹാലക്ഷ്മിയായിട്ട് കാണുന്നത്. ഇപ്പം ഈ ലക്ഷ്മികളിൽ തന്നെ പല വിധാനത്തിലുണ്ട്. ഇപ്പം ഈ അഷ്ടലക്ഷ്മി പോലെ തന്നെ ഷോഡശ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് 16 ടൈപ്പ് ഓഫ് ലക്ഷ്മികളെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ അഷ്ടലക്ഷ്മികൾ നേരത്തെ നമ്മൾ ഈ ഷഡ്കർമ്മങ്ങൾക്ക് നമ്മൾ അഷ്ടകർമ്മം എന്ന് പറഞ്ഞെടുത്തല്ലോ, അതിൻ്റെ കുറേ ഡിവിഷൻസ് നമ്മൾ എടുത്ത പോലെ തന്നെ ഇതിനകത്ത് ഈ ഷോഡശലക്ഷ്മി ക്രമത്തിനകത്തും ഒരുപാട് വേറെ ക്രമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ ഐശ്വര്യം ലഭിക്കേണ്ട മേഖലകളെയും എന്താ പറയുക പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതായിട്ടുള്ള വിധാനങ്ങളാണത്. അപ്പോൾ നമുക്ക് ഏത് മേഖലയിലാണ് ഐശ്വര്യം ഇല്ലാത്തത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തിയതിന് ശേഷം ആ മേഖലയെ ആക്ടിവേറ്റ് ചെയ്യുക. അതിന് സഹായിക്കുന്നതാണ് ഈ ഓരോ ലക്ഷ്മികൾ. ഇപ്പം സന്താനം പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സന്താനലക്ഷ്മി ചെയ്യുക. ധനലക്ഷ്മി എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, പഠനം എന്നുള്ള കാര്യങ്ങളെ വർദ്ധിപ്പിക്കാനാണ്. അപ്പം ഇവിടെ ഈ ഇത്തരത്തിൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് സമൃദ്ധി വേണോ ആ മേഖലകളെയൊക്കെ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതായിട്ടുള്ള ക്രമങ്ങൾ ഈ ലക്ഷ്മി ഉപാസനയിലുണ്ട്. ഇത് എല്ലാ ദേവതാ വിധാനത്തിലും ഈ ക്രമങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗാണപത്യ തന്ത്രം, അതിനകത്ത് ഈ ഗണപതിയുടെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഗണപതിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്തംഭനം. ഇപ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജ്യേഷ്ഠ ഭഗവതി എന്ന ധൂമാവതി എന്ന് പറയുന്ന ദേവിയെ കൊണ്ട് നമുക്ക് ഉച്ചാടന ക്രിയയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉച്ചാടനം നമ്മൾ കൊണ്ട് കളയലാണല്ലോ. അപ്പം ഇതിനെ നമുക്ക് എടുത്ത് കളയുക എന്നുള്ളൊരു ക്രമത്തിലേക്ക് ഈ ധൂമാവതി ഉപയോഗിക്കാം. ഇതേ ധൂമ്ര ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ഗാണപത്യ തന്ത്രത്തിലൊരു വിധാനമുണ്ട്. ഈ ധൂമാവതിയുടെ ഈ ജ്യേഷ്ഠ ഭഗവതിയുടെ അതേ ഫ്രീക്വൻസിയിൽ അതേ കാര്യത്തിൽ ഇതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദേവതാ വിധാനമാണ് ധൂമ്ര ഗണപതി. അപ്പം ഇതുപോലെ ശൈവം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ഉണ്ട് കപാലശിവൻ, കപാലേശ്വരൻ, എങ്ങനെയൊക്കെ തുടങ്ങി ശൈവത്തിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പം ഐശ്വര്യം കൊടുക്കുന്നതായിട്ടുള്ള ശിവന്റെ ക്രമത്തിൽ വരുന്നതാണ്, ഭൈരവ വിധാനത്തിൽ വരുന്നതാണ് സ്വർണ്ണാകർഷണ ഭൈരവൻ. ഇത് ശൈവമാണ്, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ ശിവനിലുണ്ട്. ശൈവതന്ത്രത്തിൽ ഇതെടുത്തു കഴിഞ്ഞാൽ അതിലും ഇതുപോലത്തെ ഒരുപാട് ക്രമങ്ങളുണ്ട്. വൈഷ്ണവം എടുത്താൽ അതിലുണ്ട് പലതരത്തിലുള്ള രാജഗോപാല മന്ത്രം. നമുക്ക് എന്താ പറയുക സമൃദ്ധി മറ്റു കാര്യങ്ങളൊക്കെ തരാൻ സഹായിക്കുന്ന മന്ത്രമാണ്. വിദ്യാരാജഗോപാലം, വിദ്യ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ വിധാനങ്ങളിലും ഇതുണ്ട്. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ക്രമങ്ങൾ തന്ത്രത്തിലെ ഒരുവിധ എല്ലാ വിധാനങ്ങളിലും ഉണ്ട്. പക്ഷെ നമുക്ക് ആപ്റ്റ് ആവുന്നത് ഏതാണ്? ഓരോ വ്യക്തിക്കും ഓരോന്നാണല്ലോ ഫലിക്കുക. അപ്പോൾ അയാളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അയാൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് അതിനുള്ള പൂജകളോ ഹോമങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ പഠിച്ച ആൾക്കാരും ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ശൈവത്തിൽ അല്ലെങ്കിൽ ശാക്തേയത്തിൽ ഒരുപാട് ഉഗ്രമൂർത്തികളുണ്ട്. എങ്ങനെ? അതായത് ഇപ്പൊ ദേവതാ ഭാവങ്ങൾ ഉഗ്ര ദേവതകളുണ്ട്. അതെ. അപ്പൊ ഈ ദേവതകളെ നമ്മൾ ഇതുപോലെ ആരാധിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അതായത് നമുക്ക് എല്ലാവർക്കും ഇതൊന്നും ആരാധിക്കാൻ പാടില്ല, അതിന് പ്രത്യേക ക്രമങ്ങളുണ്ട്. ഇതിന് ഉഗ്രദേവതകളെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടല്ലോ. ഉഗ്രദേവതകളെ ആരാധിക്കേണ്ട ഉഗ്രമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് ആവശ്യമാണല്ലോ. ഉഗ്രദേവതകളെ ആരാധിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രമങ്ങൾ കൃത്യമായിട്ട് അറിയണം. കൃത്യമായി അറിഞ്ഞ് ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് ഗുണം ചെയ്യും. അറിയാതെ ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ക്രമം കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ച് ഉപാസിക്കണം. ഇപ്പോൾ എനിക്ക് കേട്ടിട്ടുള്ള ഒരു കേട്ടുകേൾവിയാണ്, അതായത് ചില ദേവതകളെ നമ്മൾ ഇതുപോലെ ക്രമത്തിൽ ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെ? അതായത് ഇപ്പം ഏത് ദേവതകളുടെയാണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യംഗിര ദേവി, അങ്ങനെയൊക്കെയുള്ള ഉഗ്രമൂർത്തികളെ, വാരാഹി ദേവി, അങ്ങനെയൊക്കെ ഉള്ള ഉഗ്രമൂർത്തികളെ നമ്മൾ ആരാധിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ മൂർത്തികൾ പെട്ടെന്ന് നമ്മുടെ മനോമണ്ഡലത്തിനെ സ്വാധീനിക്കാൻ കഴിവുള്ള മൂർത്തികളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലഡു ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചതും വേറൊരു പാത്രത്തിനകത്ത് ജിലേബി വെച്ചു, അപ്പുറത്തെ പാത്രത്തിനകത്ത് മുളക് പൊടി വെച്ചു, ഇത് മൂന്നും കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീൽ ഡിഫറെൻ്റ് അല്ലേ?
അതെ. മുളക് പൊടി കാണുമ്പോൾ ഉണ്ടാവുന്ന ഫീൽ ഒരിക്കലും ലഡു കണ്ടാൽ ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ഈ ദേവതകളുടെ രൂപങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് കാണുന്നത് ഈ രൂപങ്ങളെയാണ്. ഇത് പെട്ടെന്ന് മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപങ്ങളാണ് ഈ ഉഗ്രരൂപങ്ങൾ. ഇപ്പോൾ വാരാഹി, പ്രത്യങ്കിര, സിംഹമുഖത്തോടു കൂടി അഗ്നിയുടെ മുടിയായിട്ട് അല്ലേ, 1000 മുഖമുണ്ട്, 10 മുഖമുണ്ട്, അതിനകത്തു നിന്നൊക്കെ അഗ്നി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യങ്കിര. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മൈൻഡിലേക്ക് ക്യാച്ച് ചെയ്യും. അപ്പം ഇത് നമ്മളെ മനോമണ്ഡലത്തിനെ പെട്ടെന്ന് സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നത് ഈ മന്ത്രം ഉപാസിക്കും. കൃത്യമല്ലാതെ ആകുമ്പോൾ അത് പെട്ടെന്ന് കയറി പിടിക്കുന്നത് നമ്മുടെ മാനസിക തലത്തിനെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം ഇതേ ദേവതകളിൽ തന്നെ ഇപ്പോൾ പ്രത്യങ്കരയിൽ തന്നെ കൃത്യോച്ചാടനകരി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യങ്കരയുണ്ട്, ബ്രാഹ്മി പ്രത്യങ്കരയുണ്ട്, മാഹേശ്വരി പ്രത്യങ്കരയുണ്ട്, വൈഷ്ണവി പ്രത്യങ്കരയുണ്ട്. ഇത് വൈഷ്ണവം, ശൈവം, ശാക്തം എന്ന് പറയുന്ന ക്രമത്തിൽ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ കൃത്യോച്ചാടനകരിയുണ്ട്, അധർവണ ഭദ്രകാളി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യങ്കരയുണ്ട്, ഉഗ്ര പ്രത്യങ്കരയുണ്ട്. ഇങ്ങനെ പ്രത്യങ്കരയ്ക്ക് തന്നെ കുറേ, ഞാൻ പറഞ്ഞല്ലോ 64 ടൈപ്പ് ഓഫ് പ്രത്യങ്കരകൾ തന്നെയുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഐശ്വര്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രത്യങ്കരയുണ്ട്, വിദ്യയ്ക്ക് സഹായിക്കുന്ന പ്രത്യങ്കരയുണ്ട്, സ്തംഭനത്തിന് സഹായിക്കുന്ന പ്രത്യങ്കരയുണ്ട്. ഇപ്പോൾ വാരാഹി തന്നെ നമുക്ക് ധൂമ്ര വാരാഹി എന്ന് പറയുന്നതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ധൂമാവതിയെ പോലെ തന്നെ എഫക്റ്റീവ് ഉച്ചാടനത്തിന് ഉപയോഗിക്കുന്ന വാരാഹിയാണ്. ഇനി കൃത്യോച്ചാടനകരി എന്ന് പറയുന്നത് കൃത്യ ഉച്ചാടനകരി എന്ന് തന്നെയാണല്ലോ. മറ്റൊരാൾ നമുക്ക് ചെയ്തിട്ടുള്ള ദോഷത്തെ തിരിച്ച് ഉച്ചാടനം ചെയ്ത് വിടുക എന്ന ആ വാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ കൃത്യോച്ചാടനകരി എന്ന് പറയുന്ന പ്രത്യങ്കര മന്ത്രമുണ്ട്. ഇങ്ങനെ എല്ലാ ദേവതകളിലും ഈ പറയുന്ന പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള മന്ത്രവിധാനങ്ങളുണ്ട്. പക്ഷേ ഇത് ഉഗ്രമൂർത്തികളാകുന്ന സമയത്ത് അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് മനോമണ്ഡലത്തിനെ എഫക്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് അതിൻ്റെ രൂപവും അതിൻ്റെ മന്ത്രവും അതിൻ്റെ ശബ്ദമൊക്കെ അങ്ങനെയാണ്. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വാരാഹി പോലത്തെ ദേവതകൾ നമ്മൾ ഉപാസിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട്. വാരാഹി മന്ത്രങ്ങളൊക്കെ അതെ അതെ 8 മണിക്ക് ശേഷമാണ് അത് അർദ്ധരാത്രിയിലോ നട്ടുച്ച സമയത്തോ ജപിക്കണം എന്ന് പറയും. അങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം വരുന്നത്. അപ്പൊ ഈ ദേവതകളെയൊക്കെ നമുക്ക് ഒരു ഗുരുമുഖത്ത് നിന്ന് ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുരുമുഖത്ത് നിന്ന് സ്വീകരിച്ചിട്ട് വേണം ചെയ്യാൻ. അത് എന്നാൽ മാത്രമേ ഈ ഗുരു എന്ന് പറയുന്ന ആള് ഇതേപോലത്തെ ഒരു മന്ത്രത്തെ ഉപാസിച്ച് സിദ്ധിയായി അദ്ദേഹത്തിന് ഈ ഒരു ക്രമം കൃത്യമായി അറിയുന്ന ആളായിരിക്കണം. അപ്പം നമുക്കതിൽ പൂർണ്ണമായിട്ട് അതിനകത്ത് നമുക്കും ഫലം കിട്ടും. ഇതെങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. ഈ വാരാഹി മന്ത്രങ്ങളൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്ന മന്ത്രങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് നല്ലത്. അതെ അതെ അതെ. നന്ദി സർ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.